കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു തക്കാളി സാമ്പാറാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഒരു സവോള ഇട്ട് കൊടുക്കാം. ചെറിയ സവോളയാണ് കേട്ടോ. ഒരു 4 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഒരു 3 വിസിലടിച്ചാൽ മതി കേട്ടോ. നമ്മൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. കുറേ പുളിയൊന്നും വേണ്ട, ആവശ്യത്തിന് കുറച്ച് പുളി ചേർത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിടാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി തക്കാളിയും വെണ്ടയ്ക്കയാണ് വഴറ്റിയത് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കായ ഇട്ട് കൊടുക്കാം. നമ്മൾ സാമ്പാർ പൊടിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. അപ്പോൾ നമ്മൾ പുളി ഇതേ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി സാമ്പാർ പൊടി അതിൽ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ പുളിവെള്ളത്തിൽ ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. നല്ല സൂപ്പർ സാമ്പാറാണ്. ഉണ്ടോ, ഒരുപാട് കഷ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്ത് കഷ്ണമാണ് ഉള്ളതെന്ന് വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല കുറുകുറാന്നുള്ള സാമ്പാർ. ഇത് നമ്മൾ ഉഴുന്ന് വടയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തക്കാളി സാമ്പാർ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 10 മിനിറ്റൊക്കെ മതി നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നമ്മൾ താളിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ, അടിപൊളി സാമ്പാർ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയായുള്ള സാമ്പാറാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ നമ്മുടെ സാമ്പാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ടാറ്റാ, ബൈ ബൈ.